ഹായ് ഗായ്സ്, ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹോക്കറാസിനെ പറ്റി തന്നെയാണ്. എന്താണ് ഹോക്കറാസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് കണ്ണുകളും കാതുകളും കൈയും കാലും എല്ലാം ദൈവത്തിൻ്റേതുപോലെ ആകേണ്ടത് എന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഹോക്കറാസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം എന്നുള്ളൊരു പ്രൊസീജിയറിൻ്റെ ചുരുക്കപ്പേരാണ് ഹോക്കറാസ്. നമുക്ക് ജീവിക്കാൻ ഹെൽത്ത് വേണം, അതേപോലെ ഹെൽത്ത് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് വേണം, നന്നാക്കണമെങ്കിൽ വെൽത്ത് വേണം. ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജോബ്സ് വേണം. എങ്ങനെയുള്ള ജോബ്സാണ് നമുക്ക് ചൂസ് ചെയ്യാം. ചിലത് സർട്ടിഫിക്കറ്റ്സ് പഠിച്ച് അതിൻ്റേതായ ആധികാരികമായ രീതിയിൽ നമുക്ക് നേടാം. ചിലത് നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാം, ചിലത് പാസീവായിട്ട് ചെയ്യാം, ആക്റ്റീവായിട്ട് ചെയ്യാം. ആക്റ്റീവായിട്ടും പാസീവായിട്ടുള്ള ജോലികളാണ് നിലവിലുള്ളത്. അല്ല, ആക്റ്റീവായിട്ടുള്ള ജോബ്സ് എല്ലാവരും ചെയ്യുന്നുണ്ട്, പാസീവായിട്ടുള്ള ജോബ്സ് വളരെ ചുരുക്കം പേരിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിങ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞൊരു ഇ ബുക്കാക്കി വെച്ചിട്ടുണ്ട്. ആ ഇ ബുക്കിൻ്റെ പേരും കൂടി ഹോക്കറാസ് എന്നാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് വരുന്ന മറ്റ് പ്രധാനപ്പെട്ട കാര്യം അത് റിട്ടൻഷൻ, അത് നിലനിർത്തലാണ്. ഒരു ജോലി നിലനിർത്തുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ അറ്റൻഡൻസ് വേണം. അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ജോലി നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതൊരു പാസീവ് ഇൻകം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ഞാൻ ഈ ചെയ്യുന്ന യൂട്യൂബ്. ഇതിലൂടെ നമുക്ക് പല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാം. യൂട്യൂബിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഉപയോഗിക്കാം. അപ്പോൾ ഓരോ വ്യൂസിനും ഓരോ കൺവേർഷനായിട്ട് മാറുമ്പോൾ എനിക്ക് നല്ല റവന്യൂ കിട്ടും. അല്ലാതെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുമ്പോൾ അവരുടെ സമയത്തിൽ ഇപ്പോൾ ആഡ്സ് പബ്ലിഷ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് ആഡ് റവന്യൂ എന്നുള്ള കാറ്റഗറിയിൽ നേടാം. രണ്ട് രീതിയിൽ നേടാം. പിന്നെ യുഡെമി, അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് നമ്മുടേതായ വീഡിയോസ്, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി സ്കിൽഡാണ്, ട്രെയിൻഡാണ്, നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യുഡെമിയിലെല്ലാം കോഴ്സുകൾ നമുക്ക് സെല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് യുഡെമിന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. ഒരുപാട് വീഡിയോസ് കാണാം അതിലെങ്ങനെ വീഡിയോസ് ഇടണം എന്നുള്ളത്. എൻ്റെ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് അലി അബിദാൽ 6 പോഡ്കാസ്റ്റ് കൊണ്ട് ഏൺ ചെയ്തത് $1 million. അപ്പോൾ പോഡ്കാസ്റ്റിങ്ങിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അലി അബിദാലിൽ നിന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് റവന്യൂവും, അദ്ദേഹം ഇന്ന് പ്രൊഡക്ടിവിറ്റീനെ പറ്റി ഒരു പുസ്തകം വരെ എഴുതി. ഞാൻ അദ്ദേഹത്തെ കണ്ട് പ്രചോദനം കൊണ്ടിട്ടാണ് ഞാനും ഒരു പുസ്തകം എഴുതിയേക്കണത്. അപ്പോൾ ഞാൻ പുസ്തകം പ്രകാശനം ചെയ്ത് പബ്ലിക്കേഷൻ ചെയ്യുന്നത് മാത്രമല്ല, അതിനൊപ്പം തന്നെ കൂടെ വരുന്നവർക്ക് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ഞാൻ വർക്ക് ചെയ്യുകയും ചെയ്യും അവരുടെ കൂടെ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അപ്പോൾ ഇത് എൻ്റെ ഒരു ജോലിയുടെ ഭാഗമാണ്. എനിക്ക് ഒരു ചാനലല്ല, 12 ചാനൽ വേറെ ഉണ്ട്. ആ 12 ചാനലും ഞാൻ ഓരോരോ ഉദ്ദേശത്തോടു കൂടി ഇട്ടിരിക്കുന്നതാണ്. ഒന്ന് കേരള ഗവൺമെൻറ്റിന്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന്, പിന്നെ അതുകൂടാതെ പബ്ലിക്കിന്, അങ്ങനെ ഓരോ കാറ്റഗറൈസ്ഡ് ചെയ്ത് തിരിച്ചിട്ട് ജനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ജാതകം എഴുതിയിട്ടാണ് ഞാനതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചാനലിൻ്റെ പേരാണ് ഐ ആം എൻ ഇൻ്റർനാഷണൽ അസറ്റ്. അത് വേറൊന്നും കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. കാരണം ഞാൻ നാഷണൽ ലെവലിൽ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ചെയ്യുന്നുമുണ്ട്. അതുകൂടാതെ സെനോ ട്രാൻസ്പ്ലാന്റേഷനും ആഷ്ട്രഭാരത സംസ്കാരവും എന്ന തീംസിൻ്റെ പേരിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, അതേപോലെ അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രം അതർ ബീയിങ്സ്, അത് എങ്ങനെ റിസൾട്ട് വരും, അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, അതെങ്ങനെ സക്സസ്ഫുള്ളായിട്ട് റണ്ണാവും ഒരു 10 yearsനുള്ളിൽ എന്നുള്ള കാറ്റഗറി എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി അതൊരു പ്രബന്ധം പോലെ അവതരിപ്പിക്കാൻ, അതും ഇവിടെയല്ല, ഒരു 15 വർഷത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസിൽ അതിൻ്റെ സാധ്യതകളെല്ലാം തെളിഞ്ഞ് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട്. ശാസ്ത്രത്തെ ഞാൻ അങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. ഞാനൊരു വിദ്യാർത്ഥിയാണ്, ആർത്തിയുള്ള വിദ്യാർത്ഥിയാണ്. എങ്ങനെയുള്ള ആർത്തി എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് പഠിക്കണമെന്നുള്ള ഉദ്ദേശശുദ്ധിയുള്ള ഒരു ആർത്തിയുള്ള വിദ്യാർത്ഥി. ഇങ്ങനെ വാക്കുകൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഓരോ വാക്കിനും അതിൻ്റേതായ പ്രതിഫലനങ്ങളുണ്ട് ഹൃദയത്തിൽ. അപ്പോൾ ഇത് ഒരു സെക്ഷൻ. അപ്പോൾ ഞാൻ ഹോക്കറാസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. ഞാൻ ദൈവത്തിൻ്റെ കണ്ണെന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞു. നമ്മൾ ദൈവത്തിലേക്ക് നടക്കാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളിലേക്ക് ഓടുന്നതാണ്. അതേപോലെ ദൈവത്തിലേക്ക് നമ്മൾ ഓടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളിലേക്ക് പറക്കും. ദൈവത്തിലേക്ക് നമ്മൾ പറക്കാൻ തീരുമാനിച്ചാലോ നമ്മുടെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാവും. ആ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാവും എന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, നമുക്ക് ചുറ്റുപാട് നോക്കുന്ന കാര്യങ്ങളിൽ, ചലനങ്ങളിലെല്ലാം എംപതി എന്നുള്ളൊരു കാഴ്ചപ്പാട് കിട്ടും. അതായത് ഓരോ ചലനം സംഭവിക്കുന്നെങ്കിൽ ദൈവം വിചാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ വിചാരത്തോടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. പ്രഹ്ലാദനെ പോലെ ചുറ്റുപാടും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ കാറ്റഗറിയിലോട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ്
ദൈവത്തിൻ്റെ കണ്ണാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഓരോ ചലനങ്ങളും ദൈവാനിശ്ചിതമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി ദൈവവിശ്വാസം ഇല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും അവർ ആത്മവിശ്വാസത്തോടു കൂടി പറയട്ടെ, അവരെ സെൽഫ് കോൺഫിഡൻസോടുകൂടി. കാരണം തൻ മുന്നിൽ കാണുന്നതെല്ലാം യുക്തിയായിട്ട് കാണാൻ അവരും താല്പര്യപ്പെടണം. ഞാൻ ആ കാറ്റഗറിയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഉപയോഗപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനപ്പെട്ടൊരു കാര്യം, ഹോക്കറാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വയം ഞാനാണ്. ആ പുസ്തകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം എഴുതിയ ഞാനാണ് എല്ലാത്തിനും ആധികാരികമായിട്ട് നിൽക്കുന്നത്. ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റർ ഓൺലി ന്യൂസ് ഇറ്റ്സ് ക്രിയേഷൻ ബെറ്റർ. ഒരു ക്രിയേറ്റർക്ക് മാത്രമാണ് അതിനെ ക്രിയേഷനെ ബെറ്ററായിട്ട് അറിയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കിതാബിൽ വന്നിരിക്കുന്ന വാചകമാണ്. ഹോളി ഖുറാനിലുള്ളതാണ്. ക്രിയേറ്റർ ന്യൂസ് ഇറ്റ്സ് ക്രിയേഷൻ ബെറ്റർ. അപ്പോൾ ഞാൻ എഴുതുന്ന കൃതിക്ക് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള അറിവ് അതെനിക്ക് മാത്രം സ്വന്തമാണ്. അത് പകർന്നു നൽകാൻ എനിക്ക് സാധിക്കും അതിൻ്റേതായ രീതിയിൽ. പക്ഷേ അത്രയധികം മനസ്സോടുകൂടി, മനസ്സ് തുറന്നു പിടിച്ച് ഇരു കരങ്ങളും ഇരു മനസ്സും എല്ലാമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വ്യത്യാസം അവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാനിന്നൊരു പാട്ടും കൂടെ പാടാം. आओ सुनाओ प्यार की एक कहानी, एक था लड़का एक थी लड़की दीवानी, वो जो कहने लगा वो जो कहने लगा, जो भी सुनना न था वो भी सुनने लगा. आओ सुनाओ प्यार की एक कहानी, एक था लड़का एक थी लड़की दीवानी. മലയാളം പാട്ട് പാടണില്ലെന്ന് വെച്ചൊരു മലയാളം പാട്ടും പാടാം. കാണാതുള്ളിലുള്ള ഭയമോ കാണാതേരെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ. കാത്തിരിപ്പോ വിങ്ങലല്ലേ കാലമെങ്ങോ മൗനമല്ലേ മൗനം തീരില്ലേ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങ ഒരു തിടുക്കം. ആഹാ തനന. ഇപ്പോൾ ഞാനിപ്പോൾ പാടാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം കൂടി പറഞ്ഞതാണ്. എൻ്റെ ന്യൂറോൺസ് ഇത്രയധികം ആക്റ്റീവ് ആകുന്നതും അതേപോലെ തന്നെ ഞാൻ ഇത്ര ആക്റ്റീവ് ആകുന്നതും ഈ ബ്രെയിൻ എക്സസൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ടിട്ടാണ്. പാടുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമൊന്നും തോന്നാം, പക്ഷെ അത് അതേപോലെ എക്സിക്യൂട്ട് ചെയ്യണം. ഇതാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശം. എൻ്റെ ബ്രെയിൻ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യുക, എന്നിൽ ഓക്സിറ്റോസിനും ഡോപ്പമിനൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് ശക്തി കൂടും. ആസ് എ ട്യൂട്ടർ, അധ്യാപകനാകാൻ വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അധ്യാപകനാകാൻ പഠിക്കണമെന്നുള്ള മെൻറ്റാലിറ്റിയോടുകൂടി അവൻ്റെ സബ്ജക്റ്റിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവൻ 21 മടങ്ങ് സ്ട്രോങ്ങറായിട്ട് ആ സബ്ജക്റ്റ് പഠിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ പറഞ്ഞതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.